രണ്ടുപേർക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാഞ്ഞിട്ടും വീട് പണിതപ്പോൾ ഞങ്ങളുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഫുൾ സപ്പോർട്ടായത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്നത് എന്നെ പോലുള്ള സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ. ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളുടെ വീട് പണിക്ക് ഒത്തിരി ഹെൽപ്പ് ആവട്ടോ അത്. ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും എക്സസൈസും യോഗ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. രാവിലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, വൈകിട്ടാണെങ്കിൽ ചെയ്താൽ മതി. ഞാൻ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ്. അപ്പോൾ 7 മണിക്ക് മുന്നായിട്ട് ചെയ്യണം യോഗ എക്സസൈസ്. പിന്നെ നമ്മളുടെ സൗകര്യത്തിന് ഭക്ഷണത്തിന് മുമ്പായിട്ട് ഞാൻ ചെയ്യും. അപ്പൊ ഇന്ന് നല്ല വെയിലുള്ള ദിവസം തോന്നുന്നു കേട്ടോ. നമുക്ക് 2 ദിവസമായിട്ട് മതിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇത്ര അർജന്റായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അത് ചെയ്യാണ്ട് ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ പട്ടികളുടെ നല്ല ശല്യാട്ടോ. രാവിലെ എണീറ്റ് സിറ്റ് ഔട്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ചുരുങ്ങിയത് 2 അവിടെ ഉണ്ടാവും. ആ രണ്ടും കൂടെ അട്ടിപ്പിടി കൂടിയിട്ടും ഉരുണ്ട് മറിഞ്ഞിട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. യൂറിനും ഉണ്ടാവും, പട്ടിയുടെ രോമവും അതൊക്കെ ആയിട്ട് സ്മെല്ലെടുത്തിട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. പിന്നെ ഫിനോയിലും ലിക്വിഡും ഒക്കെ കൊണ്ട് ഒഴിച്ച് അടിച്ച് കഴുകിയിടുക. പിന്നെ കുറച്ച് പകലായാലും അവർ കയറി വരും. ജസ്റ്റ് നമ്മൾ വാതിലടച്ച് ബാക്കിലേക്ക് പോരുകയാണെങ്കിൽ അപ്പം കയറും സിറ്റ് ഔട്ടിലേക്ക്. നമ്മൾ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും പോകും. ഇത് തന്നെ എനിക്ക് മതിയായി. ഞാൻ പറഞ്ഞു ഇനി അടിച്ചു കഴുകൽ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അതില് ഫ്രണ്ട് ഭാഗം കെട്ടി കയറ്റി വെച്ച് ഇത്തിരി ആശ്വാസം ഒന്നും പറഞ്ഞിട്ടോ ആ പണിയിലാട്ടോ. അപ്പൊ നമ്മുടെ അനുവിന്റെ അച്ഛനാണ് കേട്ടോ മതിൽ പണിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കിയത്. അപ്പോൾ അനുവിന്റെ അച്ഛൻ പറഞ്ഞു സാമ്പാർ വയ്ക്കായിരുന്നില്ലേ ഇന്ന്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഇഡലിയും സാമ്പാറും ചട്നി ആയി കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചായ കൊടുക്കാം. അപ്പോൾ ആ പരിപാടിയിലാണ് കേട്ടോ. ഊണ് പിന്നെ അവർ കൊണ്ടുവരും കേട്ടോ. ഒരു ഹെൽപ്പറും ഉണ്ട്, പിന്നെ രാജേട്ടനാണ്. അപ്പോൾ രാജേട്ടൻ തൊട്ടടുത്ത് വീടായ കാരണം ആൾ അവിടെ പോയി കഴിക്കും. പിന്നെ രാവിലെയും വൈകുന്നേരം മാത്രമേ ചായ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കി കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ. മുകളിൽ ഷീറ്റ് ഇടാനുണ്ട്, തുണിയൊന്നും കഴുകിടാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടിട്ടില്ല ഇതുവരെ. അതേപോലെ ബാക്കില് വർക്ക് ഏരിയയോട് ചേർന്നിട്ട് ഒരു ഭാഗം കൂടെ ഷീറ്റ് ഇടാനുണ്ട്. ഇപ്പോൾ അറിയാലോ, എല്ലാത്തിനും ഈ ഒരു യുദ്ധത്തിന്റെ പേരിൽ എല്ലാ സാധനത്തിലും റേറ്റ് കൂടിയിരിക്കുക. നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 20-25 ചെയ്യാന്ന് വിചാരിച്ചാൽ അടുത്ത കൊല്ലാകുമ്പോൾ വീണ്ടും മാറ്റിയിടേണ്ടി വരും. കാരണം അത്രയും മോശം ക്വാളിറ്റി സാധനങ്ങളാണ് ഇടുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റിയുടെ ഇടുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണി ഇല്ലല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് റേറ്റ് ഒക്കെ ചോദിച്ചു നോക്കിയപ്പോൾ നല്ല റേറ്റാണ്. നമുക്ക് ഇപ്പൊ എന്തായാലും നടക്കില്ല. എല്ലാവരും ചോദിക്കും എന്താണ് വീട് പണി ഇതുവരെ കഴിയാത്തേന്ന്. ഇതൊക്കെ തന്നെയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തയാണ് ഈ സാധനങ്ങളുടെ വില അങ്ങനെ കൂടുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ അങ്ങോട്ട് ഒക്കണില്ല. നമ്മൾ ഒന്നാമത് ഈ വീട് വെച്ച് തന്നെ ഒരു സ്റ്റാർട്ടിങ് ഒരു KSF 2 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ചേർന്നു. ശരിക്കും പറഞ്ഞാൽ KSF ഉണ്ടോ ഞങ്ങളുടെ ഈ വീടിന്റെ ഏറ്റവും ഒരു നെടുന്തൂണ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടാണ് വീട് വെച്ചത്. സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഉണ്ടാവുന്ന പൈസ മുഴുവൻ വീട്ടിലേക്ക് ഇറക്കിയാൽ മതിയായിരുന്നു. ഇത് സ്ഥലത്തിന് നമ്മൾ KSF ഇതുപോലെ വിളിച്ചെടുത്ത് അന്ന് 2 ഉണ്ടായിരുന്നു, അത് വിളിച്ചെടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ ഒരെണ്ണം കൂടെ ചേർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻ്റെ പേരിൽ 2 കൂടെ ചേർന്നു. അങ്ങനെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വിളിച്ചെടുത്തിട്ടും പിന്നെ ഒരെണ്ണം നിറക്ക് കിട്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അതാ പറഞ്ഞത്. ശരിക്കും KSF ആണ് ഇതിലെ ഏറ്റവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ശമ്പളം എന്ന് വെച്ചാൽ നമ്മൾ അധികം ചെലവും ദൂർത്തും ഒന്നും അടിക്കാതെ സേവ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ബാക്ക്ഗ്രൗണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ടൊന്നല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് എന്ന് പറയാനായിട്ട് എൻ്റെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു മാരേജിന് തന്നത്. അതൊക്കെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വീട് ഇത്രയും വരെ എത്തിച്ചത്. ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ പൈസ കയ്യിൽ വരുന്നതിനനുസരിച്ച് അടവും ഉണ്ടല്ലോ, ലോണും ഉണ്ട്. അപ്പം എല്ലാം കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോണത്. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്നറിയോ, നമ്മൾ കൊറോണയ്ക്ക് മുമ്പായിട്ടാണ് വീട് തുടങ്ങിയത്. 2 തവണ നമ്മൾ കോവിഡ് ചതിച്ചിട്ടുണ്ട്. ആ 2 തവണ നമ്മൾ പെൻഡിങ് ആയി വീട് പണി. ആ 2 കൊല്ലം മറിഞ്ഞപ്പോഴത്തേന് നമ്മൾ പ്ലാൻ ചെയ്ത എമൗണ്ട് അല്ല, റേറ്റ് ഒക്കെ കൂടി മൊത്തത്തിൽ. സാധനങ്ങളുടെ ആണെങ്കിൽ ടാക്സ് ആണെങ്കിൽ എല്ലാതും കൂടി. അപ്പം നമ്മൾ വിചാരിച്ചോടത്ത് എമൗണ്ട് തന്നില്ല. പിന്നെ നമ്മൾ തറയൊക്കെ കെട്ടിയിട്ടിട്ട് പിന്നെ പ്ലാൻ ചുരുക്കാൻ പറ്റില്ലല്ലോ, തറ പൊളിച്ച് ചെറുതാക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഒത്തിരി ചെലവല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി. എന്താന്ന് വെച്ചാല് നമ്മള് പിന്നെയും പണിക്കാരെ കിട്ടാണ്ടും ഓരോ ടൈമും ഇങ്ങനെ വേസ്റ്റ് ആയി പോകണനുസരിച്ച് നമ്മളുടെ പൈസയിലൊക്കെ ഒത്തിരി മാറ്റം വന്നു സാധനങ്ങൾക്ക്. അവിടെയാണ് നമുക്ക് നല്ല അടി കിട്ടിയത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വാടക കൊടുക്കണത് നമ്മൾ ലോൺ അടച്ചു കൊടുക്കണം. അപ്പൊ സ്വന്തം വീടായല്ലോ എന്നുള്ള സമാധാനമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഒരു കൊല്ലത്തിൽ പണിയെടുത്ത് നടു ഒടിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോ പണിക്കാർ പല തവണയായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പണിയെടുത്ത് അത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അങ്ങനെ ക്ലീൻ ആയിട്ട് പോകും. ഇത് 4 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴോ അടുത്ത പണി, ഇരട്ടി പണിയാണ്. അങ്ങനെ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ള ആശ്വാസത്തിലിരിക്കുകയാണേ.
അപ്പൊ നിങ്ങൾ വീട് പണിയാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൈസ നമ്മൾ ഒരു 20 ലക്ഷത്തിന്റെ വീടാ വെക്കണമെന്ന് വെച്ചാൽ ഒരു 35എങ്കിലും കണ്ടിട്ട് വേണം നമ്മൾ തുടങ്ങാൻ കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ എംസാൻഡ് ഇപ്പൊ 2 തവണയായിട്ട് വാങ്ങിച്ചു. അത് 2 ആഴ്ചയുടെ വ്യത്യാസത്തിലാ. ഈ ഒരാഴ്ച മറിഞ്ഞപ്പോഴത്തേനും അതിന് റേറ്റ് കൂടി. അതേപോലെ ഒരു മാസമായിട്ടുള്ള കോട്ടിയാട് വന്നിട്ടില്ല. ആ കമ്പിയുടെ റേറ്റ് അല്ല ഇപ്പോഴത്തെ കമ്പിയുടെ. അപ്പൊ ഓരോ സാധനങ്ങൾക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ വീട് പണിയാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ KSF 2-3 ചേർന്നിടുക. അപ്പൊ നറുക്ക് കിട്ടിയില്ലെങ്കിലും വിളിച്ചെങ്കിലും എടുക്കാമല്ലോ, നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ എന്നെ പോലുള്ള സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.